അയ്യോ അല്ല അയ്യോ എന്താ ചേട്ടാ ഇവിടെ ഒരു പുക? ആരാ ബീഡി വലിച്ചത്? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വലിച്ചതാ. എനിക്ക് ബീഡി വലിക്കുന്നവര് ഇഷ്ടമല്ല, അവരൊക്കെ ചീത്ത ആൾക്കാരാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഭാര്യയായ കുട്ടിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഇന്ന് മുതൽ ഹാൻസ്, പാൻപരാഗ്, ശംഭു മുതലായവ ഒന്നും ഇനി മുതൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ എന്താ? ഹാവൂ, ഇതൊന്നും ഈ പെണ്ണ് കണ്ടിട്ട് പോലും ഇല്ല. ഭാഗ്യം. അങ്ങനെയായിരിക്കും അവക്കടെ വീട്ടുകാരെ അവളെ വളർത്തിയിരിക്കുന്നത്. എന്റെ ഒരു ഭാഗ്യമേ. ആട്ടെ കുട്ടി, ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇന്നു മുതൽ നീയാണ് എന്റെ ശ്രുതി, ലയം, താളം, സംഗീതം എല്ലാം നീയാണ്. അയ്യോ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചെട്ടിപ്പറമ്പ് നാണിയുടെ മോള് വിലാസിനിയാ. അതെനിക്കറിയാം, പക്ഷേ ഞാനൊരു സാഹിത്യം പറഞ്ഞല്ലേ. കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. വളരെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചുപോയി. കൊച്ചു കുഞ്ഞായിരിക്കും ആരെങ്കിലും അച്ഛനാവും? അയ്യോ അങ്ങനെയല്ല, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചുപോയി പറഞ്ഞത്. പിന്നെ വളരെ അച്ചടക്കത്തോടു കൂടിയാ അമ്മ എന്നെ വളർത്തിയത്. ഒരു കൂട്ടുകാരികളോട് പോലും കൂട്ടുകൂടാൻ പോലും അമ്മ സമ്മതിക്കില്ല. വെരി ഗുഡ്. ഇതുപോലുള്ളൊരു ഭാര്യയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. നിനക്കറിയോ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ജീവനുള്ള കാലത്തോളം വേറൊരാളെ കല്യാണം കഴിക്കില്ലെന്നാണ് അവൾ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിരുന്നു. പക്ഷേ 3 മാസങ്ങൾക്ക് മുമ്പ് അവൾ അവരുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അയ്യോ, അപ്പൊ ജീവനുള്ളിടത്തോളം കാലം വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് സത്യം ചെയ്തതോ? അവൾ അവക്കടെ വാക്ക് പാലിച്ച്. ജീവൻ എന്ന് പറയുന്ന അവക്കടെ കാമുകനായിരുന്നു. അവർ രണ്ടുപേരും വിട്ടുപോയില്ലേ. അന്ന് മുതൽ എനിക്ക് സ്ത്രീകളെ വെറുപ്പാണ്, അറപ്പാണ്, ദേഷ്യമാണ്. പക്ഷേ കുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്തൊക്കെയായാലും നാളെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമക്ക് പോകും. നീ അവസാനം കണ്ട സിനിമ ഏതാ? ഞാൻ അങ്ങനെ സിനിമ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ TV പോലും ഇല്ല. എന്റെ അമ്മ എന്നെ സിനിമ കാണാൻ ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല. അത് മതി, ഇത്രയും മതി. എനിക്ക് സന്തോഷമായി. നമുക്ക് നാളെ പാർക്കിൽ പോയാലോ? എന്താ ഈ പാർക്ക്? ഇതുവരെ പാർക്ക് കണ്ടിട്ടില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മ എന്നെ വളരെ അച്ചടക്കത്തോടെയാ വളർത്തിയത്. ഓ, അപ്പൊ പാർക്കിലും ബീച്ചിലും സിനിമക്കൊന്നും നീ ഇതുവരെ പോയിട്ടില്ലല്ലേ? അത്രയ്ക്ക് അച്ചടക്കത്തോടെയാണല്ലേ അമ്മയൊക്കെ നിന്നെ വളർത്തിയാക്കണത്. ഓ, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായ ഭർത്താവ് ഞാനായിരിക്കും. എനിക്ക് സന്തോഷമായി. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. ആരാണ് ഈ സമയത്ത്? ഞാനിപ്പോ വരാട്ട. ആരാണത്? ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നളിനി, നളിനി, ഇവളിത് എവിടെ പോയി? നളിനി, അമ്മ, നളിനി. ചേട്ടാ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? അത് അമ്മയായിരുന്നു. അല്ല, നീ എന്തിനാ അതിന് കട്ടിലടിക്കറി ഒളിച്ചത്? അല്ല, വാതില് തുരുതുരാന്നുള്ള പൊട്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പതിവ് പോലെ പോലീസ് റെയ്ഡ് ആയിരിക്കും.